ഈ വർഷത്തെ സമ്മർ എങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചതെന്ന് അറിയണ്ടേ? നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ബീച്ച് പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇത് കണ്ടുപിടിച്ചത് ശംഭുചേട്ടൻ്റെ അച്ഛനാണ്. അച്ഛനും അമ്മയും ഈ വർഷത്തെ സമ്മറിന് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. അങ്ങനെ അച്ഛൻ നടന്നു പോയപ്പം ഇങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ടെന്നും അത് ക്രോസ് ചെയ്യുമ്പം ഇങ്ങനൊരു മനോഹരമായ സ്ഥലം ഉണ്ടെന്നും അച്ഛൻ കണ്ടുപിടിച്ചു. പിന്നീട് നമ്മളെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്ന വേറൊന്നിനുമല്ല. ദേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നുണ്ടോ? സമ്മർ ആകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വെളിയിലിറങ്ങി ഒന്ന് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അങ്ങനെ നമ്മളും സൺലൈറ്റ് കൊള്ളാനല്ലെങ്കിലും ഈ ബീച്ചിൻ്റെ ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടി നമ്മളും വീട്ടിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ഇവിടെ എല്ലാവരും ആഹാരങ്ങൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഈ കസേരയൊക്കെ ഇട്ട് കഴിച്ച് അവർ അടിച്ചു പൊളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളും ഇന്ന് കുറച്ച് ചിക്കനും കോണും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. നമുക്ക് ആർക്കും എക്സ്പീരിയൻസ് ഇല്ല. അച്ഛനാണ് കേട്ടോ മുമ്പിൽ നിന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തത്. നമ്മളൊക്കെ ജസ്റ്റ് സപ്പോർട്ടിങ് ഒരു പില്ലേഴ്സായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അച്ഛനാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കനും കോണും ഒക്കെ. അതൊക്കെ ദേ ഗ്രില്ല് ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ഗ്രില്ല് ചെയ്ത് പരീക്ഷിക്കുമായിരുന്നു. അച്ഛൻ ഗ്രില്ല് ചെയ്യുന്ന രീതിയും കണ്ട് ഞാനും മീനാക്ഷിയും ദേ അവിടെ ചില്ല് ചെയ്തിരിപ്പുണ്ട്. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടത്. അപ്പം പിന്നെ നമ്മൾ പോസ് ചെയ്യണമല്ലോ. വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ഗ്രില്ലിങ് പരിപാടി കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് ചിക്കനും വന്നു. ഇപ്പം നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ഈ കോൺ ഗ്രില്ല് ചെയ്ത് എവിടെ പോയി? കോൺ ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഞാൻ വലിയൊരു ഫാനല്ല. പക്ഷേ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ കോൺ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിക്കനും ബർഗറും അടിപൊളിയായിട്ട് കഴിച്ച് ഹാപ്പിയായി. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച ശേഷം മീനാക്ഷി ഇതേ നേരെ റിവറിലേക്ക് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവൾക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവളും ആദ്യമായിട്ട് റിവറിൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളിതെല്ലാം എങ്ങനെ പാക്ക് ചെയ്തെടുക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. പാക്കിംഗ് പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മളിതേ എല്ലാവരും കൂടെ റിവറിൻ്റെ സൈഡിലേക്ക് പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്ത് രസമായിട്ടാണ് വെള്ളത്തിലിറങ്ങി നിൽക്കുന്നതെന്ന്. ഭയങ്കര തണുപ്പാട്ടോ ആ റിവറിന്. എന്നെ ഒന്ന് തള്ളിയിടാനുള്ളൊരു പരിശ്രമമൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നുണ്ടായി. അതിൻ്റെ പ്രതിഷേധമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പം അപ്പൂപ്പനും മോളും കൂടെ റിവറിലേക്ക് കല്ലെറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. കുറേ നേരം മീനാക്ഷി അപ്പൂപ്പൻ എറിയുന്ന രീതിയിൽ എറിയാൻ നോക്കിയെങ്കിലും അവളെ കൊണ്ട് പറ്റിയില്ലായിരുന്നു. എന്നാലും അവൾ കുറേ നേരം അവിടെ അപ്പൂപ്പൻ്റെ കൂടെ എറിഞ്ഞ് കളിക്കുമായിരുന്നു. അതിനുശേഷം നോക്കിയപ്പം നേരെ ഇരട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.